കരുനാഗപ്പള്ളിയിൽ നിന്നും കാണാതായ വിജയലക്ഷ്മിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. അമ്പലപ്പുഴ കരൂരിൽ നടത്തിയ പരിശോധനയിലാണ് കുഴിച്ചിട്ട നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. വിജയലക്ഷ്മിയുമായി അടുപ്പമുണ്ടായിരുന്ന കരൂർ സ്വദേശി ജയചന്ദ്രന്റെ കുറ്റസമ്മത മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. ജയചന്ദ്രന്റെ നിർമ്മാണത്തിലിരുന്ന വീടിന് സമീപത്ത് നിന്നും പൂർണ്ണമായി നഗ്നമായ നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. മുഖം തിരിച്ചറിയാൻ ആയിട്ടില്ല. ഏറ്റവും പുതിയ വിവരങ്ങളുമായി രഘുനാഥ് നാരായണനും കണ്ണൻ നായരുമാണ് ചേരുന്നത്. രഘു, നാടിനെ നടുക്കിയ തിരോധാന കേസിലെ വഴിത്തിരിവ്, അവിടെ പ്രതിയുടെ കുറ്റസമ്മത മൊഴി കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ വിജയലക്ഷ്മിയുടെ മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നു. ഇനി എന്തൊക്കെയാണ് ഇപ്പോൾ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നത്? ഇനി വിശദമായ ഫോറൻസിക് പരിശോധനയടക്കം തെളിവ് ശേഖരണമടക്കം നടത്തേണ്ടതുണ്ട്. പ്രതി എവിടെയാണ്? മൃതദേഹത്തിന്റെ മറ്റ് നടപടികളൊക്കെ ഇപ്പോൾ എങ്ങനെ പുരോഗമിക്കുന്നു? രഘു, മൃതദേഹം പുറത്ത് വീണ്ടെടുത്തിട്ടുണ്ട്. കവർ ചെയ്ത് ഒരു സ്ട്രക്ചറിൽ വെച്ചേക്കാണ്. ഒരു പേപ്പർ കൂടി വരാനുണ്ട്. അതിനുശേഷം മൃതദേഹം ആ കറുത്ത ടാർപ്പാളിനപ്പുറത്താണ് മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. അവിടെ മൃതദേഹം അല്പസമയത്തിനകം ആംബുലൻസിലേക്ക് മാറ്റും. ഒരു പേപ്പർ കൂടി വരാനുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ വൈകുന്നത്. ഇതിനുശേഷം മൃതദേഹം ഇവിടത്തേക്കായിരിക്കും, വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കായിരിക്കും കൊണ്ടുപോകുക. എന്തായാലും കരുനാഗപ്പള്ളി പോലീസ് രജിസ്റ്റർ ചെയ്ത ഒരു മിസ്സിംഗ് കേസാണ് ഒരു കൊലപാതകത്തിന്റെ ലേക്ക് എത്തിയിരിക്കുന്നത്. ഈ കേസിൽ ഏറ്റവും നിർണായകമായത് പ്രതി ജയചന്ദ്രൻ വിജയലക്ഷ്മിയുടെ മൊബൈൽ ഫോൺ KSRTC ബസ്സിൽ ഉപേക്ഷിച്ചതാണ്. KSRTC ബസ്സിൽ ഉപേക്ഷിച്ച ഫോൺ എറണാകുളം പോലീസ് പരിശോധിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് ജയചന്ദ്രനിലേക്ക് അന്വേഷണം എത്തുന്നത്. വിജയലക്ഷ്മി കരുനാഗപ്പള്ളി സ്വദേശിയാണ്. കരുനാഗപ്പള്ളി സ്വദേശിയായ വിജയലക്ഷ്മിയും ജയചന്ദ്രനും ഒരേ സ്ഥലത്ത് ജോലി ചെയ്യുമ്പോഴാണ് ഇവർ തമ്മിൽ പരിചയപ്പെടുന്നതും. ഈ കേസിന്റെ കൂടുതൽ വിശദാംശങ്ങൾ രാഹുൽ ജി നാഥ് പറയും. രാഹുൽ, ഇതെന്നെയാണ് കേസ് കരുനാഗപ്പള്ളി പോലീസ് രജിസ്റ്റർ ചെയ്യുന്നത്? 6-ാം തീയതിയാണ് ഇത്തരത്തിൽ കാണാനില്ല എന്ന തരത്തിൽ നാട്ടിൽ ഈ കാര്യങ്ങൾ അറിയുന്നത്. നമ്മളോട് കരുനാഗപ്പള്ളിയിൽ വെച്ച് ഈ കാണാതെ വിജയലക്ഷ്മിയുടെ സഹോദരി നമ്മോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് കൃത്യമായി വാടക വീട്ടിലായിരുന്നു താമസം. കുടുംബ വീടുണ്ടായിരുന്നെങ്കിൽ പോലും ഈ കുടുംബമായുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിനുശേഷം വാടക വീട് താമസിക്കുകയായിരുന്നു. ശേഷം പോലീസുമായി ബന്ധപ്പെട്ടത് സംസാരിക്കുന്നു, പരാതി നൽകുമ്പോഴാണ് ഇത്തരത്തിൽ ഇവിടെ നിന്ന് മാറിപ്പോയി എന്നറിയുന്നത്. എങ്കിലും ഈ പ്രതിയിലേക്ക് എത്താൻ ഏറ്റവും എളുപ്പമായത്, കാരണം മുൻപും ഇത്തരത്തിൽ വള്ളികുന്നത്ത്, അതായത് ആലപ്പുഴ വള്ളികുന്നത്ത് താമസിക്കുന്ന ഘട്ടത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ പ്രതിയിലേക്ക് പോലീസ് എത്തുമ്പോൾ പിന്നീട് ട്രാക്ക് ചെയ്യാൻ സഹായിച്ചത് മൊബൈൽ ഫോൺ തന്നെയാണ്. കാരണം ഇടയ്ക്കിടെ ഇത്തരം ബന്ധമുണ്ടായിരുന്നു. അത് കുടുംബം വിലക്കിയിരുന്നു. ജയചന്ദ്രനുമായുള്ള ബന്ധം കുടുംബം വിലക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ പ്രതിയിലേക്ക് എത്തുക എന്നത് എളുപ്പമായിരുന്നു. എങ്കിലും ഇതെങ്ങനെ സംഭവിച്ചു, എവിടെയാണ് എന്നത് ലൊക്കേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു പോലീസിന് മുന്നിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട. കരുനാഗപ്പള്ളിക്കാരിയാണോ? അതെ, ജനിച്ചു വളർന്ന അവിടെ തന്നെയാണ്, കുടുംബ വീട് അവിടെ തന്നെയുണ്ട്. അത്തരത്തിൽ ഈ പറയുന്നത് പോലെ ഹാർബറിൽ വെച്ചാണ്, അഴീക്കൽ ഹാർബറിൽ വെച്ചാണ് ഇവർ തമ്മിൽ പരിചയം ഉണ്ടാകുന്നത്. ആ പരിചയത്തിന്റെ ഭാഗമായി അവർ ആത്മബന്ധം സ്ഥാപിക്കുന്നു. അങ്ങനെയാണ് ഈ ബന്ധം മുന്നോട്ട് പോകുന്നത്. ശേഷം വള്ളികുന്നത്ത് വെച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ആദ്യഘട്ടത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇത്തരത്തിൽ മറ്റു ഫോൺ കോളുകൾ വരുന്നു, മറ്റു ആളുകൾ വിളിക്കുന്നു എന്ന തരത്തിലായിരുന്നു പ്രശ്നങ്ങൾ ഉണ്ടായത്. ആ പ്രശ്നത്തിന്റെ ഭാഗമായാണ് പുതിയ സ്കൂട്ടർ ഉൾപ്പെടെ കത്തിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അപ്പോൾ തന്നെ കുടുംബം ഇത്തരം ബന്ധങ്ങൾ വിലക്കിയിരുന്നു. പ്രത്യേകിച്ച് ജയചന്ദ്രനുമായുള്ള ബന്ധം വിലക്കിയിരുന്നു. അപ്പോൾ അത്തരത്തിലുണ്ടായിരുന്ന ഒരു ബന്ധമാണ് പിന്നീട് ഇവർ ഫോൺ കോളുകളിലൂടെയും മെസ്സേജുകളിലൂടെയും മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പോൾ നിരന്തരം ഇവർ കാണാറുണ്ടായിരുന്നു തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം പിന്നീട് നമ്മളിപ്പോൾ നിൽക്കുന്ന അമ്പലപ്പുഴയിലെ ഈ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തുമ്പോൾ പോലും ഇവർ തമ്മിലുള്ള ബന്ധം അത് തുടർന്നു പൊയ്ക്കൊണ്ടിരുന്നു. ഇത്ര വലിയ സംഭവങ്ങൾ ഉണ്ടായിട്ടും കുടുംബം വിലക്കിയിട്ടും അത് തുടർന്നു പൊയ്ക്കൊണ്ടിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ വിജയലക്ഷ്മിയെ കാണാതാവുന്ന ഘട്ടത്തിൽ 2 ആഴ്ചയായി കാണാതായിട്ട്, അപ്പോൾ ബന്ധുക്കൾ ഏതെങ്കിലും രീതിയിലുള്ള സംശയം ഈ ജയചന്ദ്രനെ കൊണ്ടുപോയി കൊലപ്പെടുത്താനുള്ളൊരു സാധ്യത ബന്ധുക്കൾ മുന്നിൽ കണ്ടിരുന്നു? അതായത് ഈ സംഭവം നടക്കുന്ന കുറെ കാലഘട്ടം മുൻപായതുകൊണ്ട് ഇതൊരു ഭൂതകാലത്തുണ്ടായ ഒരു കഥയായി മാത്രം, അല്ലെങ്കിൽ ഇത് വിലക്കിയിരുന്ന ഒരു സംഭവമായി മാത്രമാണ് കുടുംബം ഓർക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് കാണാതാകുമ്പോൾ ഇത് എത്തരത്തിലാണെന്ന് അവർക്ക് പോലും ധാരണ ഉണ്ടാകാതിരിക്കുന്നത്. കാരണം അവർ അത്തരത്തിലുള്ള അന്വേഷണം നടത്തുന്നില്ല. അവർ നേരിട്ട് പോലീസിനെയാണ് അറിയിക്കുന്നത്. നാട്ടുകാരും അതിന് പിന്തുണയോടുകൂടി പോലീസിനെ അറിയിക്കുന്നു. പോലീസിൽ അറിയിക്കുമ്പോൾ ഇവരോട് ചോദ്യം ചെയ്യുന്ന വഴിക്കാണ് ഇത്തരത്തിലുള്ള പേരുകൾ ഇവർ പറയുന്നത്. അതിൽ ജയചന്ദ്രന്റെ പേര് പറയുന്നുണ്ട്. ഇത്തരത്തിൽ ഫോൺ കോളുകൾ ചെയ്യുമായിരുന്ന ആളുകളുടെ പേര് പറയുന്നത് 10ലധികം ആളുകൾ ഉണ്ടായിരുന്നു. അതിൽ ഈ പറയുന്ന കോൾ ചെയ്ത സുധീഷിന്റെ പേര് ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ആളുകളുമായി ബന്ധമുണ്ടായിരുന്നു എന്ന് പറയുന്നതല്ല, അതേ ജയചന്ദ്രനുമായി ഇപ്പോൾ എത്തരത്തിൽ ബന്ധമുണ്ടെന്നോ അല്ലെങ്കിൽ ആ സ്കൂട്ടർ കത്തി സംഭവത്തിന് ശേഷം ഇവരുമുള്ള ബന്ധം, ഇതിന്റെ ആഴം എത്രയായിരുന്നു കുടുംബത്തിന് അറിയാനുള്ള സാധ്യതയില്ല. കാരണം അതുകൊണ്ട് തന്നെയാണ് ഈ കുടുംബ വീടുണ്ടായിരുന്നെങ്കിൽ പോലും മറ്റൊരു വീട്ടിലേക്ക്
ജയലക്ഷ്മി മാറി താമസിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഒറ്റപ്പെട്ടൊരു ജീവിതമായിരുന്നു. നാട്ടുകാരുമായി ഈ പറയുന്നത് പോലെ അവിടെ ജോലി ചെയ്യുന്ന ഘട്ടത്തിലല്ലാതെ മറ്റ് ഈ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും കുടുംബത്തിന് വ്യക്തമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ്. പക്ഷേ സ്കൂട്ടർ കത്തിച്ചത് കൊണ്ട് തന്നെ ഇദ്ദേഹം കൊല്ലാനും മടിക്കില്ല എന്നൊരു ചിന്ത കുടുംബത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പേര് പറഞ്ഞപ്പോൾ വളരെ ശക്തമായി ഇത്തരം പേരുകൾ ഉന്നയിക്കാൻ കുടുംബം ശ്രമിച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട. മൊബൈൽ ഫോൺ എറണാകുളത്ത് നിന്ന് പോലീസിന് കിട്ടിയതാണ് ഈ കേസിൽ നിർണായകമായത്. തീർച്ചയായും അത് തന്നെയാണ് നിർണായകമായത്. കാരണം ഇത്തരം പേരുകൾ പറയുമ്പോഴും ഇത്തരം ബന്ധങ്ങളുണ്ടെന്ന് പറയുമ്പോഴും വിജയലക്ഷ്മി എവിടെയാണ് ഉണ്ടാകുക അല്ലെങ്കിൽ എങ്ങോട്ട് പോയി എന്നുള്ളത് തന്നെയായിരുന്നു പോലീസിന് മുന്നിലുള്ള ഏറ്റവും വലിയ ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുകയായിരുന്നു പോലീസിന് ഏറ്റവും ശ്രമകരം. അപ്പോഴാണ് എറണാകുളം പോലീസ് ഇത്തരത്തിൽ കരുനാഗപ്പള്ളി സ്വദേശിനിയായ ഒരാളുടെ ഫോൺ കിട്ടുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിലല്ലെങ്കിൽ ജയചന്ദ്രൻ പിഴവ് വരുത്തിയ ഒരു ഭാഗം എന്ന് പറയുന്നത് ഫോൺ ഓൺ ചെയ്യുകയും ഓഫ് ചെയ്യുകയും ചെയ്ത ഘട്ടത്തിലാണ്. കാരണം ആദ്യം വീട്ടിൽ ഇവർ ഒരുമിച്ചെത്തുന്നു, അമ്പലപ്പുഴയിലെ വീട്ടിൽ ഒരുമിച്ചെത്തുന്നു. അപ്പോൾ ഫോൺ ടവർ ലൊക്കേഷൻ സെയിം ആണ്. പിന്നീട് രണ്ടുപേരുടെയും ഫോൺ ഒരുമിച്ച് ഓഫ് ആകുന്നു. പിന്നീടാണ് ഫോൺ ഓൺ ചെയ്ത ശേഷം ഇത്തരത്തിൽ എറണാകുളത്തേക്ക് പോയതാകാം അല്ലെങ്കിൽ എറണാകുളത്ത് നിന്ന് കണ്ണൂരിലേക്ക് പോയതായിരിക്കാം എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി ഇത്തരത്തിൽ ഫോൺ ഓൺ ചെയ്യുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഈ കേസ് നിർണായകമായത്. കേസിന്റെ അന്വേഷണം കരുനാഗപ്പള്ളി പോലീസ് രഹസ്യമായി തത്സമയം കാണിക്കുന്നത് ബോഡി ഭാഗങ്ങളാണ്. ശരീരഭാഗങ്ങൾ കെട്ടി മറ്റ് നടപടികളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി ഉള്ള നടപടികൾ വളരെ പ്രധാനപ്പെട്ടതാണല്ലോ രഘു. കാരണം ഫോറൻസിക് പരിശോധന, മറ്റ് തെളിവ് ശേഖരണം, ആ പ്രതിയെ ഇനി വിശദമായി ചോദ്യം ചെയ്യണം, നിയമ നടപടികൾക്ക് വിധേയനാക്കണം. അങ്ങനെയൊക്കെയുള്ള ഇനി പോലീസിന്റെ നീക്കങ്ങൾ എങ്ങനെ? രജീഷ്, മൃതദേഹം വീണ്ടെടുത്ത ആളുകൾ നമ്മളോട് സംസാരിച്ചത് മൃതദേഹം പൂർണ്ണ അർത്ഥത്തിൽ അഴുകിയിരുന്നു. 2 ആഴ്ച ആയിട്ടുള്ളെങ്കിൽ പോലും മൃതദേഹം പൂർണ്ണ അർത്ഥത്തിൽ അഴുകിയിരുന്നു എന്ന് മാത്രമല്ല മുഖമൊന്നും വ്യക്തമല്ല. പൂർണ്ണ നഗ്നരാക്കിയ ശേഷമാണ് മൃതദേഹം മറവ് ചെയ്തതും. ഉപ്പ് അംശം കൂടുതലുള്ള സ്ഥലമായതുകൊണ്ട് മൃതദേഹം വേഗത്തിൽ അളിയാനുള്ള സാധ്യതയാണ്. മൃതദേഹം പൂർണ്ണ അർത്ഥത്തിൽ വീണ്ടെടുത്ത് പ്ലാസ്റ്റിക് കൊണ്ട് മൂടി വെച്ചിരിക്കുകയാണ്. ആംബുലൻസിലേക്ക് കയറ്റാൻ വേണ്ടി മൃതദേഹാവശിഷ്ടങ്ങൾ കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജീവനക്കാരും ഇത് പുറത്തെടുത്ത തൊഴിലാളികളും ഒപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും ഉണ്ട്. ഇവര് ഈ മൃതദേഹം ആംബുലൻസിലേക്ക് മാറ്റി വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഒരുപക്ഷെ അവിടെ വെച്ച് വിജയലക്ഷ്മിയുടെ ബന്ധുക്കളെ മൃതദേഹം കാണിച്ചേക്കും. ഏതെങ്കിലും രീതിയിൽ അവർക്കത് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കുമോ എന്ന് അറിയാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ DNA പരിശോധന ഫലം വരെ ഈ മൃതദേഹം പോലീസ് മോർച്ചറിയിൽ സൂക്ഷിക്കും. എന്തായാലും ഒരു ആദ്യഘട്ടത്തിൽ ഒരുപക്ഷെ വിജയലക്ഷ്മിയുടെ മോറൽ സൈഡ് അത്ര നല്ലതല്ലാത്തതുകൊണ്ട് അവർ ഒരുപക്ഷെ മറ്റാരുടെയും കൂടെങ്കിലും പോയതാകാം എന്നൊരു സംശയമായിരുന്നു പോലീസിന്റെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് കാര്യമായ രീതിയിലുള്ളൊരു അന്വേഷണം നടന്നില്ല. പക്ഷേ പിന്നീട് ഇവരുടെ മൊബൈൽ ഫോൺ വീണ്ടെടുത്തപ്പോൾ പോലീസിന് സ്വാഭാവികമായിട്ട് തന്നെ സംശയങ്ങൾ ഉണ്ടാകുന്നു. കോൾ ലിസ്റ്റുകൾ പരിശോധിക്കുമ്പോൾ ധാരാളം ആളുകൾ ഇവരുമായിട്ട് സംസാരിക്കുന്നു എന്ന് മാത്രമല്ല ഏറ്റവും അവസാനമായി ഇവരുടെ ഫോൺ ഉണ്ടായിരുന്നത് അമ്പലപ്പുഴയിലാണ്. അപ്പോൾ അമ്പലപ്പുഴയിൽ മുൻപ് ഇവർക്ക് അടുപ്പമുണ്ടായിരുന്ന ജയചന്ദ്രനുമായിട്ട് നിലവിൽ പലതവണ ജയചന്ദ്രന്റെ ബന്ധുക്കളടക്കം പോലീസ് സ്റ്റേഷനിലേക്ക് പരാതി നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി. ഈ സ്വാഭാവികമായിട്ട് തന്നെ ഒരു കുടുംബ വിഷയമായതുകൊണ്ട് പോലീസിന് അങ്ങനെ കേസൊന്നും എടുക്കാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് തന്നെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ഇരു വിഭാഗവുമായി സംസാരിച്ച് താക്കീത് ചെയ്ത് അല്ലെങ്കിൽ ഇനി ഇത്തരത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കി സംഭവിക്കരുത് എന്ന രീതിയിൽ പറഞ്ഞ് താക്കീത് ചെയ്ത് വിടുകയാണ് ചെയ്തത്. ഇവിടെയും അത്തരത്തിൽ പലതവണ സംഭവിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ജയചന്ദ്രനിലേക്ക് വേഗത്തിൽ അന്വേഷണ സംഘത്തിന് എത്താൻ വേണ്ടിയും കഴിഞ്ഞിരുന്നു. പക്ഷേ ജയചന്ദ്രൻ ഇവിടെ കടലിൽ പോയ ആളായതുകൊണ്ട് മടങ്ങി വരുന്നിടം വരെ പോലീസിനെ കാത്തിരിക്കേണ്ടി വന്നു. അതിനു മുമ്പ് മറ്റെല്ലാവിധമായ നടപടിക്രമങ്ങളും പോലീസ് പൂർത്തിയാക്കിയിരുന്നു. ജയചന്ദ്രൻ തിങ്കളാഴ്ച രാവിലെയോടുകൂടി കടലിൽ നിന്ന് കരയ്ക്കെത്തിയതിന് പിന്നാലെ തന്നെ പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. പക്ഷേ ACP അടക്കം ഇയാളുടെ മൊഴിയിൽ ചില വൈരുദ്ധ്യങ്ങളുണ്ട്. എങ്ങനെയാണ് കൊന്നത്, എന്തിനു വേണ്ടിയാണ് കൊന്നത് എന്നുള്ള കാര്യത്തിൽ ജയചന്ദ്രന്റെ മൊഴിയിൽ ചില വൈരുദ്ധ്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് മാധ്യമങ്ങളോടടക്കം ഇക്കാര്യം പുറത്തു പറയാഞ്ഞത്. എന്ന് മാത്രവുമല്ല ഈ മൃതദേഹം വീണ്ടെടുക്കേണ്ടതുണ്ട്. ഇയാൾ ആദ്യഘട്ടത്തിൽ പറഞ്ഞ പല സ്ഥലങ്ങളിൽ മൃതദേഹം കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ മൃതദേഹം ഇവിടെ കുഴിച്ചിട്ടുണ്ടെന്നുള്ള ചോദ്യം നൽകിയത് ഓരോ ഘട്ടത്തിൽ ആയിരുന്നു നൽകിയത്. അതുകൊണ്ടുകൂടിയാണ് മൃതദേഹം വീണ്ടെടുത്ത ശേഷം മാധ്യമങ്ങളോട് പറയാം എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തിയതെന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്തായാലും രാവിലെ നമ്മൾ 10 മണിയോടുകൂടി ഇവിടെ എത്തുമ്പോൾ ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥർ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ നാട്ടുകാർ പറയുന്ന രാവിലെ 7 മണി വരെ ഉദ്യോഗസ്ഥർ ഇവിടെ ഉണ്ടായിരുന്നു, കരുനാഗപ്പള്ളി പോലീസ് ഇവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞത്. പക്ഷേ പിന്നീട് 11 മണിയോടുകൂടി കരുനാഗപ്പള്ളി ACP അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ പ്രതിയുമായി ഇവിടെ എത്തി മൃതദേഹം വീണ്ടെടുക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു. ജയചന്ദ്രന്റെ വീടിനോട്
ജയചന്ദ്രന്റെ വീടിനോട് ചേർന്നുള്ള ഒഴിഞ്ഞു കിടന്ന പുഴയുടെ വടക്ക് കിഴക്കേ മൂലയിലുള്ള, അതായത് ജയചന്ദ്രന്റെ വീടിനോട് ചേർന്ന് തന്നെ ഉണ്ടായിരുന്ന ഒരു പുതിയ വീട് വെക്കാൻ വേണ്ടി മറ്റൊരാൾ വാങ്ങിച്ചിട്ടുള്ള സ്ഥലമായിരുന്നു. അവിടെ വീടിന്റെ ജോലികൾ ആരംഭിക്കാനുള്ള ക്രമീകരണങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി അവിടെ പഴയ മരത്തിന്റെയൊക്കെ കുറ്റികളൊക്കെ മാറ്റിയിരുന്നു. ആ സ്ഥലത്താണ് ജയചന്ദ്രൻ മൃതദേഹം കുഴിച്ചിടാൻ വേണ്ടി തിരഞ്ഞെടുത്തത്. ഒരുപക്ഷെ ഈ വീടൊക്കെ പണിഞ്ഞാൽ ഒരുപക്ഷെ ആരും തിരിച്ചറിയുന്നില്ല എന്നുള്ളൊരു അമിത ആത്മവിശ്വാസം